വയനാട് പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയെ കണ്ടെത്തിയിരിക്കുന്നു. പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഭാഗത്ത് നൌഫലിന്റെ വീടിനടുത്താണ് കടുവയെ കണ്ടത്. ദീപക് മോഹൻ തുടരുന്നു. ദീപക് മോഹൻ, കടുവ എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞോ? സുജയ, നിലവിൽ കടുവയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് വനം വകുപ്പ് ഇപ്പോൾ തെർമൽ സ്കാനർ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ആ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുവയെ കണ്ടു എന്നുള്ള കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ആ ഭാഗത്ത് വനം വകുപ്പിൻ്റെ RRT ടീം അംഗങ്ങളുണ്ട്. നേരത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ നമ്മളോട് പ്രതികരിച്ചതുപോലെ അദ്ദേഹം ആ ഭാഗത്തേക്ക് ക്യാമറയും ഒപ്പം RRT ടീം അംഗങ്ങളെയും കടുവയുടെ തിരച്ചിലിനായി ആ ഭാഗത്തേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ കടുവയുടെ സാന്നിധ്യം ഈ ഡ്രോണിൽ അവർ സ്ഥിരീകരിച്ചിട്ടില്ല. ആ ഭാഗത്ത് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം ഈ കടുവാ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘവും വെറ്റിനറി സംഘവും ആ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സുജയ, ഇപ്പോൾ വെറ്റിനറി സംഘം അതുപോലെ തന്നെ വിദഗ്ധരുടെ ടീം അവിടേക്ക് പോയിട്ടുണ്ട്. കടുവയെ വെടിവെച്ചിടുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ? പ്രത്യേകിച്ചും നരഭോജി കടുവ കൂട്ടിലാകാതെ ആ വീടുകൾക്ക് സമീപം കൂടിയൊക്കെ നടക്കുന്നത് ഈ രാത്രി എങ്ങനെ അവർ കഴിച്ചുകൂട്ടും? ആശങ്കയല്ലേ ദീപക്? സുജയ, തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ പ്രദേശവാസികൾ. ആ ആശങ്കയിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ ഈ പഞ്ചാരക്കൊല്ലി നിവാസികൾ എത്തിയത്. രാത്രി അവർക്ക് കിടന്നുറങ്ങാൻ ഭയം തന്നെയാണ്. ഈ കടുവ ഈ ജനവാസ മേഖലകളിലൂടെയൊക്കെ വിഹരിച്ച് നടക്കുന്നത് കൊണ്ട് രാത്രിയൊക്കെ എങ്ങനെ പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നൊക്കെ നേരത്തെ നമ്മളോട് പ്രദേശവാസികൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കടുവയെ എത്രയും വേഗം പിടികൂടണം. പക്ഷേ മയക്കുവെടി വെച്ച് പിടികൂടുന്നതല്ല, വെടിവെച്ച് കൊല്ലണം എന്നുള്ള രീതിയിലാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളൊരു ആവശ്യം. പക്ഷേ ഈ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാം. പക്ഷേ കൂട്ടിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൂട്ടിൽ കയറ്റുന്നത് രീതിയിലേക്കായിരിക്കും വനം വകുപ്പിൻ്റെ അടക്കം ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക. അതിനനുസരിച്ച് തന്നെയാണ് അവരുടെ പ്ലാനിങ്ങും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചാണ് ഈ മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്താനായി RRT ടീം അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്തേക്ക് നേരത്തെ കടുവയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആളുകൾ പോകാതിരിക്കാനായി പോലീസുകാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ ഈ പൊതുജനങ്ങളെ ആ ഭാഗത്തേക്ക് പോകാതെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഒപ്പം ആ ഭാഗത്ത് തിരച്ചിൽ നടത്തി അവിടെ കടുവയുണ്ടെങ്കിൽ വനം വകുപ്പ് ജീവനക്കാർ അടക്കമുള്ള ആളുകൾ ആ മിഷനിൽ ആ ദൗത്യവുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. പ്രദേശവാസികൾ വന്ന് ഇപ്പോൾ പോലീസിനോട് പറയുകയാണ്. കാരണം പകൽ ആളുകൾ ഈ കടുവയെ കണ്ട വീട്ടുകാരൊക്കെ ഇപ്പോഴും ആ വീട്ടിൽ തുടരുകയാണോ അതോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ? എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ? ആ വീടുകളിലുള്ളവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതല്ലേ? അവിടെ നൌഫലിന്റെയും ഷാനവാസിന്റെയും ഒക്കെ വീടുള്ളതാണ്. അവിടെ തുണിയെടുക്കാൻ പോയപ്പോൾ ഭാര്യ കണ്ടു എന്ന് ഷാനവാസും പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള വീടുകൾ എത്ര വീടുകളുണ്ടെന്നോ വെച്ചാൽ ആ വീടുകളിലുള്ള ആളുകളെ സുരക്ഷിതമായി മാറ്റേണ്ടതല്ലേ ദീപക്? സുജയ, നേരത്തെ ഒരു പ്രദേശവാസി പറഞ്ഞതുപോലെ ആ ഭാഗത്ത് നിരവധി വീടുകളുണ്ട്. പക്ഷേ അതിനോട് ചേർന്നൊരു വനമേഖലയുണ്ട്. അതിന് തൊട്ടടുത്ത ഭാഗത്തും ജനവാസ മേഖല തന്നെയാണ്. ഈ കടുവയെ കണ്ടു എന്നറിഞ്ഞ സമയത്ത് ഈ പ്രിയദർശിനി ഓഫീസിന് സമീപത്തുണ്ടായിരുന്ന ആളുകളാണ് കടുവയെ കണ്ട ഭാഗത്തേക്ക് ഓടി ആ വീടുകളിലുള്ള ആളുകളോട് പറഞ്ഞത്. ഇത്തരത്തിൽ കുട്ടികളൊക്കെ ആ വീടുകളിലുണ്ട്, അവരോട് പുറത്തിറങ്ങരുത്, അകത്ത് കയറിയിരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകാൻ വേണ്ടി ഈ ഭാഗത്തേക്ക് പോയതാണ്. ആ സമയത്താണ് ഈ നൌഫലിൻ്റെ വീടിന് സമീപത്തും കടുവയെ കണ്ടത് എന്ന് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രദേശവാസികൾ പോലീസുമായി ചെറിയ ഡ്രോൺ ക്യാമറയിൽ കടുവ പതിഞ്ഞോ? കാരണം ആ പ്രദേശത്ത് വീടിന് പിന്നിലൂടെ നടന്നു പോവുകയായിരുന്നു. കുരങ്ങൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ടു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കടുവ ആ ഭാഗത്ത് എവിടെയോ ഉണ്ട് ദീപക്. സുജയ, നിലവിൽ ഈ തെർമൽ സ്കാനർ ഡ്രോൺ ഉപയോഗിച്ച് വിശദമായ പരിശോധന നടത്തിയാൽ ഏകദേശം 500 മീറ്റർ അകലത്തിൽ വരെ, അല്ലെങ്കിൽ വലിയ ഇടതൂർന്ന മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും 200 മീറ്റർ അകലത്തിൽ വരെ കടുവയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് തെർമൽ സ്കാനർ ഡ്രോണിൽ ഈ ദൃശ്യം കൃത്യമായി പതിയേണ്ടതാണ്. പക്ഷേ പകൽ ഈ തെർമൽ സ്കാനർ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതിനേക്കാൾ കൂടുതൽ രാത്രി പരിശോധന നടത്തുമ്പോൾ മാത്രമാണ് ഈ തെർമൽ സ്കാനർ ഡ്രോണിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിയുക. മുൻപൊക്കെ പല കടുവ ഓപ്പറേഷനിലും വനം വകുപ്പ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ഭാഗത്തുള്ള നാട്ടുകാരെ പോലീസിൻ്റെ സംരക്ഷണയോടുകൂടി അങ്ങോട്ടേക്ക് പോലീസ് മുൻപിലും ഒപ്പം നാട്ടുകാർ പുറകിലുമായി അവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ കടുവാ ദൗത്യം പിന്നിട്ടിട്ടും ഇതുവരെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഒപ്പം കളക്ടർ എത്തിയില്ല. അതോടുകൂടി തന്നെ ഈ എതിർഭാഗത്ത്, അതായത് ജനവാസ മേഖലയോട് ചേർന്ന്
കിടക്കുന്ന പ്രദേശത്ത് വീണ്ടും നാട്ടുകാർ കടുവയെ കാണുന്നു. സർവകക്ഷി യോഗം നടക്കുന്നതിനിടെയാണ് ഇങ്ങനെ കടുവയെ കണ്ടത്. ഇപ്പോൾ പോലീസ് മുൻപിലും ഒപ്പം നാട്ടുകാർ പുറകിലുമായി ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സുരക്ഷിതമായി വീടുകളിലേക്ക് എത്തിക്കാനാണ് പോലീസ് പോകുന്നത്. നേരത്തെ ഈ പ്രതിഷേധവുമായി ഈ പ്രിയദർശിനി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ഇവർ. അവർ ഇത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. പോലീസ് മുൻപിലുണ്ട്. ഒപ്പം ആ ഭാഗത്ത് നേരത്തെ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന സ്ഥലത്ത് പരിശോധന നടത്താനുള്ള സംഘവും സുജയ, നിലവിൽ ഈ പ്രദേശവാസികളായ ആളുകൾ, പുരുഷന്മാരായിട്ടുള്ള ആളുകൾ രാവിലെ മുതൽ ഈ മേഖലയിൽ പ്രതിഷേധവുമായൊക്കെ എത്തിയവരാണ്. അവരുടെയൊക്കെ വീടുകളിൽ അവരുടെ കുടുംബാംഗങ്ങളും ഭാര്യമാരൊക്കെ ഉണ്ട്. പക്ഷേ കടുവയെ കണ്ടു, ഈ വീടിന് സമീപത്തേക്ക് കടുവ എത്തി എന്നറിഞ്ഞപ്പോൾ അതിൽ നിന്നുണ്ടായ ആശങ്കയെ തുടർന്നാണ് ഇവരിപ്പോൾ അവരുടെ വീടുകളിലേക്ക് പോകണമെന്നുള്ള കാര്യം പോലീസിനെ അറിയിച്ചത്. പക്ഷേ പോലീസ് ആദ്യം ആ ഭാഗത്തേക്ക് ആളുകൾ പോകുന്ന ആളുകളെ കടത്തിവിടാൻ കൂട്ടാക്കിയില്ല. കാര്യം പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ സുജയ, നിലവിൽ ഈ ആളുകൾ പോകുന്നതിന് മുൻഭാഗത്തായി 10ഓളം പോലീസുകാരും അവരുടെ ഇരുവശങ്ങളിലുമായി പോലീസിന്റെ സംരക്ഷണയോട് കൂടിയിട്ടാണ് ഈ ഭാഗത്തേക്ക് പോകുന്നത്. അവർ